യാത്ര അവസാനിക്കാറായി. ഇതാ, ഈ യാത്ര അവസാനിക്കാൻ ഏറെ നേരമില്ല. ഇന്നുകൾ ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളുമായി ശരവേഗം ഞെട്ടറ്റ് വീഴുന്നു. നാളെ ഉറപ്പില്ലാത്തതാകയാൽ ഇന്നിനെക്കുറിച്ച് ആകുലത വേണം. ഓർക്കാപ്പുറത്തൊരു നാൾ നട്ടതും നനച്ചതും വിളവെടുത്തതുമെല്ലാം ഉപേക്ഷിച്ച് മടക്കയാത്രക്കിറങ്ങണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 2 അനുഗ്രഹങ്ങൾ, അതിലധികം ആളുകളും വഞ്ചിതരാണ്: ആരോഗ്യവും ഒഴിവു സമയവും. ബുഖാരി. ആപത്തുകളും പ്രതിസന്ധികളും വരുന്നതിന് മുൻപ് സൽക്കർമ്മങ്ങളിൽ നിരതരാകുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിരിക്കുന്നു. നിങ്ങളെ നശിപ്പിക്കുന്ന സ്വത്തിനെ, അല്ലെങ്കിൽ എല്ലാം മറച്ചുകളയുന്ന ദാരിദ്ര്യത്തെ, അല്ലെങ്കിൽ പ്രയാസമുണ്ടാക്കുന്ന രോഗത്തെ, അല്ലെങ്കിൽ ദുർബലമാക്കുന്ന വാർദ്ധക്യത്തെ, അല്ലെങ്കിൽ തയ്യാറായി നിൽക്കുന്ന മരണത്തെ, അല്ലെങ്കിൽ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ദുഷിച്ച ദജ്ജാലിനെ, അല്ലെങ്കിൽ സുനിശ്ചിതമായി വന്നനുഭവിക്കുന്ന അന്ത്യനാളിനെ അല്ലാതെ നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടോ? തിർമിദി. ഹസൻ ബസരി റളിയല്ലാഹു അൻഹു സമയത്തെക്കുറിച്ച് പറഞ്ഞു, ഓരോ പ്രഭാതവും പൊട്ടിവിടരുന്നത് ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ്: അല്ലയോ മനുഷ്യ, ഞാനൊരു പുതിയ സൃഷ്ടി, നിന്റെ കർമ്മത്തിന് സാക്ഷി. അതുകൊണ്ട് നീ എന്നെ പ്രയോജനപ്പെടുത്തുക. ഞാൻ പോയി കഴിഞ്ഞാൽ അന്ത്യനാൾ വരെ തിരിച്ചു വരില്ല. ഹസൻ ബസറി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലയോ മനുഷ്യ, നീ ദിവസങ്ങളുടെ കൂട്ടമാണ്. ഓരോ ദിവസം വിട പറയുമ്പോഴും നീ അല്പമില്ലാതായിത്തീരുന്നു. ഹസൻ ബസറി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീട്ടിവെക്കലിനെ സൂക്ഷിക്കുക. തീർച്ചയായും നീ ഇന്നിൻ്റെ ആളാണ്, നാളെയുടേതല്ല. നാളെ നിനക്കുണ്ടാവുകയാണെങ്കിൽ ഇന്നത്തെ പോലെ പ്രവർത്തിക്കുക. എന്നാൽ നാളെ നിനക്കുണ്ടായിട്ടില്ലെങ്കിൽ ഇന്ന് ചെയ്യാൻ കഴിയാത്തതിനെക്കുറിച്ച് നിനക്ക് ദുഃഖിക്കുവാൻ കഴിയുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും നല്ലൊരു ചര്യ നടപ്പാക്കിയാൽ അവന് അതിനുള്ള പ്രതിഫലമുണ്ട്. അന്ത്യനാൾ വരെ അത് പിന്തുടരുന്നവൻ്റെ പ്രതിഫലവും. മുസ്ലിം. ഇഹത്തിലെ സുഖത്തിനും സന്തോഷത്തിനുമായി പ്രയത്നിക്കുന്നതോടൊപ്പം നാളേക്കായി വല്ലതും ചെയ്തു വെക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് നന്മയുടെ വിത്ത് പാകി നല്ല പ്രതിഫലം വിളവെടുക്കാനുതകുന്ന 100 കൂട്ടം കർമ്മങ്ങളുണ്ട്. ജീവിതത്തിൻ്റെ തീച്ചൂളയിൽ ഒരു നിരിപ്പോടായി എരിഞ്ഞടങ്ങിയേക്കാവുന്ന ജീവിതങ്ങളിലേക്ക് നാളെ വരാനിരിക്കുന്ന ശാശ്വത ലോകത്തെക്കുറിച്ചുള്ള വെളിച്ചം കാണിക്കുവാനോ, ആശ്വാസത്തിൻ്റെ കുളിർത്തന്നലായി തലോടാനോ, നേർത്ത ചാറ്റൽ മഴയായി പെയ്തിറങ്ങാനോ ആവാത്തിടത്തോളം നമ്മുടെ ദൗത്യം പൂർണ്ണമാകുമെന്ന് വിശ്വസിക്കാമോ? ബിസ്മിയുടെ പ്രവർത്തനങ്ങൾ തുടങ്ങി 28 വർഷങ്ങൾ പിന്നിടുന്നതിനിടയിൽ കാണുകയും കേൾക്കുകയും ചെയ്ത ഹൃദയം നുറുങ്ങുന്ന ഒരുപാട് അനുഭവങ്ങളിൽ ചിലതും, അനാഥത്വവും ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും അനുഭവിച്ച കാലത്തെക്കുറിച്ച ചില കാര്യങ്ങളും, പ്രവർത്തന മേഖലകളിലും കുടുംബജീവിതത്തിലും അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചുമാണ് ഈ ചെറുകൃതിയിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. എഴുതിയാലും പറഞ്ഞാലും തീരാത്തത്ര അനുഭവങ്ങളാണ് ഈ ജീവിതയാത്രയിലുള്ളത്. അതെല്ലാം കൂടി എഴുതാൻ ഒരു പുസ്തകം മതിയാവുകയില്ല. നിലച്ചിരിക്കാത്തൊരു നാൾ അവസാന കൂട്ടുകാരനൊപ്പം പടിയിറങ്ങുമ്പോൾ മുൻകൂട്ടി ചെയ്തു വെച്ച സൽക്കർമ്മങ്ങളില്ലെങ്കിൽ പരലോകത്ത് ഏറ്റവും വലിയ ദരിദ്രം നമ്മളായിരിക്കും. അതുകൊണ്ട് തിരികെ വരാത്ത യാത്രയ്ക്കുള്ള പാഥേയമൊരുക്കി നമുക്ക് നന്മയിൽ മുന്നേറാം. നമുക്ക് ചുറ്റുമുള്ള അശരണർക്ക് തണലായി, നിരാലംബർക്ക് ആശ്രയമായി, ജീവിതയാത്രയിൽ ഒറ്റയ്ക്ക് മഴ നനയുന്നവർക്ക് കരുതലിൻ്റെ കുടയായി നമുക്കവരോടൊപ്പം നിൽക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുക. ഓരോ വ്യക്തിയും താൻ നാളേക്ക് വേണ്ടി എന്തൊരു മുന്നൊരുക്കമാണ് ചെയ്തു വച്ചിട്ടുള്ളതെന്ന് നോക്കിക്കൊള്ളട്ടെ. നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുക. തീർച്ചയായും അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി സൂക്ഷ്മജ്ഞാനമുള്ളവനാകുന്നു. വിശുദ്ധ ഖുർആൻ അധ്യായം 59 സൂക്തം 18.